എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മൊമന്റോസ്കി അവനാണെങ്കിൽ കൈഡോയെ കട്ടിച്ചു പറക്കുകയാണ്. അതിൽ കലി ഇളകിയ കൈഡോ ആണെങ്കിൽ മൊമന്റോസ്കിയെ വാൺ ചെയ്യും. പക്ഷെ മൊമന്റോസ്കിക്ക് അവനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കടിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം കൈഡോ അവനാണെങ്കിൽ ഒരു പ്രത്യേകതരം പവർ അത് മൊമന്റോസ്കിക്ക് നേരെ ഉപയോഗിക്കുകയാണ്. അത് കണ്ട ലൂഫി കൈഡോയെ ആഞ്ഞടിക്കും. കൈഡോ തെറിച്ചു പോയി അടിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയോട് പറയും, വാവ്, ഇപ്പോഴാണ് നീ ഉഷാറായത്, ഓഡന്റെ മകനായത്. അറ്റാക്ക് ചെയ്തത് ഒരു നിസ്സാരക്കാരനല്ല, 4 എംപറേഴ്സിൽ ഒരാളായിട്ടുള്ള സാക്ഷാൽ കൈഡോ ആണ്. അതിനർത്ഥം നിനക്ക് അത്രയും പവർ ഉണ്ടെന്നാണ്. നീ ഓഡന്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മകനാണെന്നാണ്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ തന്നെ നീ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ഒന്നിനെയും കണ്ട് പേടിച്ച് നീ പുറകിലേക്ക് പോകാനായിട്ട് പാടില്ല. അത് കേൾക്കുമ്പോൾ മൊമന്റോസ്കിക്ക് ഭയങ്കരമായിട്ട് ഒരു ആർജവമൊക്കെ ലഭിക്കുകയാണ്. അതെ, ഞാൻ തീർച്ചയായിട്ടും ഇനി പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് വീണ്ടും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഉണ്ടപ്പെണ്ണാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷം. പക്ഷെ ലൂഫി പറയും, ഇപ്പോൾ ഒറിഗഷിമ അത് ക്യാപിറ്റൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്ലവർ ക്യാപിറ്റലിൽ പതിച്ചു കഴിഞ്ഞ ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്ന് ഉടന്റെ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ കൊല്ലപ്പെടും. അതെന്ത് വില കൊടുത്തും നീ തടയണം. ഇനി കൈഡോയുടെ കാര്യം അത് ഞാൻ ഏറ്റു. എന്റെ കടമ ഒറിഗഷിമയെ തടഞ്ഞ് സേഫായി ആ പഴയ സ്ഥലത്തുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കുക എന്നതാണെന്ന് പറയും. അതിന് ഇപ്പൊ മൊമന്റോസ്കി ഓക്കെ പറയും. ലൂഫിയുടെ അലർച്ച കേട്ട് ഇപ്പൊ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു നടുക്കം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരുടെ കോൺഫിഡൻസും ഒക്കെ കൂടി വരും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, എനിക്കറിയാമായിരുന്നു അവൻ തിരികെ വരുമെന്ന്, പക്ഷെ ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയും. പക്ഷെ ബിഗ് മോം അവർക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അവൻ വേറെ ഒരു യൂസ്ലെസ് ആണ്. അവനെ കൊണ്ട് കൈഡോയെ തൊടാൻ പോലും കഴിയില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുതിരപ്പെണ്ണിനെയും വയലറ്റ് പെണ്ണിനെയും നാമിയെയും ഉസോപ്പിനെയും ഒക്കെ കാണിക്കും. അവർക്കും ലൂഫിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും കോൺഫിഡൻസും ഒക്കെ അങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സോറോയെയും സാഞ്ചയെയും കാണിക്കും. അവർ രണ്ടുപേരും ക്വീനും കിങ്ങും ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവരാണെങ്കിൽ ഇപ്പൊ പരസ്പരം എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ക്വീനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അപമാനം. നിങ്ങൾ എന്ത് കരുതി അത്ര എളുപ്പത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്നോ? നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും ഞങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഓൾറെഡി നിങ്ങളുടെ ക്യാപ്റ്റൻ ലൂഫി നിങ്ങളുടെ ക്യാപ്റ്റൻ കൈഡോയുടെ മുൻപിൽ തോറ്റുപോയതാണ്. അവൻ എങ്ങനെയൊക്കെയോ ഇപ്പോൾ തിരികെ എത്തി. പക്ഷെ അവനെ കൊണ്ട് ഇനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൈഡോ അവൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. പക്ഷെ ക്വീനും കിങ്ങും ആണെങ്കിൽ അതൊന്നും തന്നെ കേട്ട ഭാവം നടിക്കാതെ, ലൂഫി അവൻ വെറും ഒരു മണ്ടനായ പയ്യനാണ്, അവനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സാഞ്ചിയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് ആ കൈഡോ അവനാണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് അങ്ങനെ വമ്പ ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് പോവാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് കൈഡോയെയും അതിനുശേഷം ആ ഐലാൻഡിനെ നോക്കും. കൈഡോയുടെ കാര്യം അത് ഓൾറെഡി ലൂഫി ഏറ്റെടുത്തതാണ്. എത്രയും വേഗം ആ ഐലാൻഡ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ലൂഫി പറഞ്ഞതുപോലെ ഒറിഗഷിമ അത് ആ ഫ്ലവർ ക്യാപിറ്റൽ മുഴുവനായിട്ടും ഇടിച്ച് തകർക്കും. അത് വലിയ നാശനഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇപ്പൊ മൊമന്റോസ്കി ആണെങ്കിൽ അത് തടയാനായി അവിടേക്ക് ഫ്ലൈ ചെയ്ത് പോവും. കൈഡോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണെന്ന്. സോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ആ ഡ്രാഗൺ ഹ്യൂമൻ രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ബീസ്റ്റ് ഫോമിലേക്ക് വരും. കൈഡോയുടെ മകൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് പേടിയും ഷോക്കും ഒക്കെ തോന്നും. കാരണം ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൈഡോയുടെ പവർ അത് അൺഡിറ്റക്റ്റബിളും അതുപോലെ തന്നെ അൺലിമിറ്റഡുമാണ്. സോ ലൂഫിയെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ കഴിയുമെന്ന് അവൾ ഒരു സെക്കൻഡ് ചിന്തിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ കൈ അങ്ങനെ നീട്ടി അവന്റെ ഹോക്കി പവർ കൊണ്ടുവരികയാണ്. കൈഡോ അവനെ വെല്ലുവിളിക്കും, നിന്റെ ഈ ചെറിയ പവർ കൊണ്ട് നിനക്ക് 4 എംപറേഴ്സിൽ ഒരാളായി എന്നെ തോൽപ്പിക്കാൻ കഴിയോ? ലൂഫി ആണെങ്കിൽ അതിന് നാവ് കൊണ്ടല്ല അവന്റെ പഞ്ച് കൊണ്ടായിരിക്കും മറുപടി പറയാ. കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പോ പരസ്പരം പാഞ്ഞടുത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു പഞ്ചിലാണെങ്കിൽ ആ കാസ്റ്റിൽ തന്നെ കിടുങ്ങി വിറക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും ഷോക്കായി ഇപ്പൊ മുകളിലേക്ക് തന്നെ നോക്കും. അതേസമയം കൈഡോയുടെ മകള് അവളാണെങ്കിൽ ഓഡന്റെ ജേണലിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അത് ഇമാജിൻ ചെയ്യാണ്. വൈറ്റ് ബിയേർഡും റോജറും അവർ രണ്ടുപേരും ഏറ്റുമുട്ടിയ സമയത്ത് ഇതിൽ പോലും വലിയൊരു ക്രാക്ക് വീണു. അത്തരത്തിലൊരു ക്രാക്കാണ് അവിടെ വീണുകൊണ്ടിരിക്കുന്നത്. അവൾ ആ കാര്യം ഓർത്ത് ഹാപ്പി ആയിട്ട് ആ പഞ്ച് നോക്കും. ലൂഫിയിൽ അവളുടെ പ്രതീക്ഷ കൂടി വരും. കൈഡോ ആണെങ്കിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് കിറങ്ങിയിരുന്നതായിരുന്നു. പക്ഷെ എങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഫോക്കസ് വേറെ ലെവലാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം മറന്ന് ലൂഫിക്ക് അങ്ങനെ കട്ട കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ലൂഫിയുടെയും കൈഡോയുടെ അറ്റാക്കിൽ ഇപ്പൊ ഹെവനിൽ തന്നെ വലിയൊരു ബ്രേക്ക് ക്രിയേറ്റ് ആവുകയാണ്. മാത്രമല്ല ആ സൈബോർക്കൊക്കെ അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവും. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ സൈബോർക്ക് ഓരോരോ ഇടങ്ങളിലായിട്ട് ടെലികാസ്റ്റ് ചെയ്യാണ്. സോ നമ്മുടെ ആൾക്കാർ കൈഡോയെ അട്ടിച്ച് ശരിപ്പെടുത്തുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. മാത്രമല്ല ആ വലിയ അറ്റാക്കിൽ ഇപ്പൊ ക്ലൗഡ്സുകളെല്ലാം തന്നെ നീങ്ങിപ്പോയിരിക്കുകയാണ്. സോ വീണ്ടും ഫുൾമൂൺ പുറത്തേക്ക് വന്ന് നമ്മുടെ ഡോഗും ക്യാറ്റും അവരാണെങ്കിൽ അവരുടെ സുലോങ് പവറിലേക്ക് ഞൊട്ടിയിടയിലേക്ക് പോവാണ്. അതിനുശേഷം
പരസ്പരമായിട്ടും ും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ബിഗ് മോമിനാണെങ്കിൽ ഇപ്പോഴും അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. കൈഡോ, നീ ശരിക്കും ആ ലൂഫി അടിച്ച് തൂഫാനാക്കിയല്ലേ? തീർച്ചയായിട്ടും ഞാനും അതുപോലെ തന്നെ ഇവിടെയുള്ളവരെ അടിച്ചില്ലാതാക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കഥ അറിയാതെ ആട്ടമാടും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് യമട്ടോ പെണ്ണിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ പതിയെ തല കറങ്ങി താഴെ വീഴും. ലാസ്റ്റ് ഉണ്ടായ ലൂഫിയുടെയും കൈഡോയുടെ അറ്റാക്കില് അവൾക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അവളുടെ തല തകർന്ന് ചോര അത് തുളുമ്പാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഓ നോ, നീ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ നിൽക്കാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. ആ മൊമന്റോസ്കി പേടിത്തൊണ്ടൻ. അവൻ അയലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മാറിപ്പോയി ഒളിച്ചിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യ്. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. ഞാൻ ഓടന്റെ മകനാണ്. ഞാൻ അങ്ങനെ പേടിച്ച് ഒരു ഭാഗത്ത് പോയിട്ടിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ കറക്റ്റായിട്ട് നിന്റെ ഫൈറ്റിംഗ് മെത്തേഡൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യായിരുന്നു എന്ന് പറയും. അത് കേട്ട് നമ്മുടെ എൻ്റെ മകള് അവള് ചാടി വന്ന് മൊമന്റോസ്കിയുടെ ദേഹത്ത് കയറുകയാണ്. മൊമന്റോസ്കി ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് മാത്രമേ ഋഷിമ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയൂ. സോ എന്നെ വിശ്വസിച്ച് നീ എന്നോടൊപ്പം വരണമെന്ന് പറയും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് കണ്ണടച്ച് ഇതിനെക്കുറിച്ചും അഷുറ ടോജിയെക്കുറിച്ചും ഒക്കെ ആലോചിക്കും. കിൻ, അഷുറ, നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കണ്ണടക്കുകയാണ്. ഇടോ ആണെങ്കിൽ ടെററായിട്ട് ഇപ്പോൾ മൊമന്റോസ്കിക്ക് നേരെ വരും. നീ എന്തൊക്കെ ചെയ്താലും നിനക്കിനി നിന്റെ ഐലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ മൊമന്റോസ്കി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ താഴേക്ക് ചാടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ ഭയം കാരണം അതിന് കഴിയില്ല. കൈഡോ അവൻ ക്ലോസ് എത്തേണ്ട താമസം കൈഡോയുടെ മകൾ എമട്ടോ അവനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. അത് കണ്ട് ഇപ്പൊ കൈഡോയെ പുറകിലേക്ക് പിടിച്ചു വലിക്കും. ആ ഒരു ഗ്യാപ്പിൽ മൊമന്റോസ്കി അവൻ കൺട്രോൾ പോയി താഴേക്ക് വീഴുകയാണ്. എമട്ടോ ഫുൾ പവർ കൊടുത്ത് മൊമന്റോസ്കിയെ മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ അവനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. അവൾ ദേഷ്യപ്പെട്ട് പറയും, മൊമന്റോസ്കി, നീ ഇപ്പൊ വെറൊരു ഹ്യൂമൺ അല്ല, ഒരു ഡ്രാഗൺ ആണ്. നിന്നെ കൊണ്ട് ക്ലൗഡ്സുകളെ ക്രിയേറ്റ് ചെയ്ത് ഡൈവ് ചെയ്ത് മുകളിലേക്ക് കയറി വരാൻ കഴിയും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് കിന്നിനെ കുറിച്ചും അഷുറ ടോജിയെക്കുറിച്ചും ഒക്കിയെ കുറിച്ചും ഒക്കെ തന്നെ അവൻ ഒരു നിമിഷം ഓർമ്മ വരികയാണ്. അടുത്ത നിമിഷം അവൻ ക്ലൗഡ്സുകളെ ക്രിയേറ്റ് ചെയ്ത് ഡൈവ് ചെയ്ത് മുകളിലേക്ക് അങ്ങനെ പോകാനായിട്ട് തുടങ്ങും. മൊമന്റോസ്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന്റെ ചുറ്റും ക്ലൗഡ്സിനെ കണ്ട് അവനങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അതിനുശേഷം അവനിപ്പോൾ അവനെ തന്നെ കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് ഡൈവ് ചെയ്യും. ചെയ്ത സൊലോങ്ങായി മാറിയ ക്യാറ്റ് കിങ് അതാണെങ്കിൽ ഇപ്പൊ പരസ്പരമായി പിടിച്ചു വലിച്ച് പെട്രോയ്ക്ക് വേണ്ടി അവനെ അങ്ങനെ തല്ലി കൊന്ന് താഴേക്കിടും. ഇലിയനാണെങ്കിൽ അത് കണ്ട് അവന്റെ കണ്ണുകൾ നിറയാണ്. തീർച്ചയായിട്ടും പെട്രോയുടെ ആത്മാവിന് ഇപ്പൊ ശാന്തി കിട്ടും. ക്യാരറ്റും വാണ്ടയും അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അവർ മുകളിലേക്ക് നോക്കും. ആ ഫുൾ മൂൺ അത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഇപ്പോ ആകാശത്ത് നിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഡോ കിങ് അവനാണെങ്കിൽ അവൻ ആക്ഷനും പോസും ഒക്കെ ഇട്ട ആ ജാക്കിനെ അവനെ പിടിച്ചു വലിച്ച് അവന്റെ ദേഹത്ത് കത്തി അങ്ങനെ കുത്തി ഇറക്കുകയാണ്. ആ ഒരു കുത്തില് അവൻ അങ്ങനെ നോക്ക് ഡൗൺ ആയി താഴേക്ക് വീഴും. ഡോക്കിങ് ആണെങ്കിൽ മരിച്ചുപോയ ആ ജാക്കിനെ വീണ്ടും തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ മിൻസുകളുടെ പവർ അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് നേർക്ക് നേർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ മാത്രമേ അറിയൂ. അതാണ് ഞങ്ങൾ മിൻസ് എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ഒറോച്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഞെട്ടും. ഓ നോ, ലീഡ് പെർഫോമേഴ്സിനെ പോലും വളരെ സിമ്പിളായിട്ട് ഇവറ്റകൾ തല്ലിക്കൊല്ലുകയാണ്. സോ ഇവരുടെ പവർ അൺബീറ്റബിൾ ആണ്. എന്നെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെല്ലു പോലും ബാക്കി വെക്കില്ല. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പവറും ഇല്ല. എന്റെ ബ്രെയിൻ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ കൈഡോയെ പിടിച്ചു വലിക്കും. കൈഡോ ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയാണ്. കൈഡോയുടെ ഒരേ ഒരു ലക്ഷ്യം ആ ഉറുഗഷിമ അത് ഫ്ലവർ ക്യാപിറ്റൽ സ്ഥാപിച്ച് ആ ഒരു ഐലാൻഡ് മുഴുവനും തന്നെ ടേക്ക് ഓവർ ചെയ്ത് പുതിയൊരു ഉറുഗഷിമ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നത് മാത്രമാണ്. ലൂഫിയ കാഴ്ച കണ്ട് ഇപ്പൊ മൊമന്റോസ്കിയോട് വിളിച്ചു പറയും, മൊമന്റോസ്കി എത്രയും പെട്ടെന്ന് ആ ഐലാൻഡിനെ സ്റ്റോപ്പ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മുടെ പ്രയത്നമൊക്കെ തന്നെ ായി തീരും. അത് കേട്ട് കൈഡോ അവൻ ടെററായി ലൂഫിയെ നോക്കി പരിഹസിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.